അരുൺകുമാർ, കേന്ദ്ര വിരുദ്ധ സമരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പോയി ഡൽഹിയിൽ പോയി നടക്കാൻ ഇരിക്കെ അല്ലെങ്കിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മോഡി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ കേന്ദ്ര വിരുദ്ധ സമരത്തിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രതിപക്ഷത്തെയും ക്ഷണിച്ചിട്ടുണ്ട്. അവർ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുഖ്യമായ വിഷയമായി കേരള സ്പർദ്ധ വരുമോ? തീർച്ചയായും. കാരണം ഒരു ഫെഡറൽ രാജ്യത്ത് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട വിഹിതം കൃത്യമായി തന്നെ കൊടുക്കുക എന്നുള്ളത് കേന്ദ്രത്തിന്റെ കടമയാണല്ലോ. ഒന്ന്, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഭരണ നേട്ടങ്ങളെ ജനങ്ങളിൽ എത്തിക്കാതെ എപ്പോഴും പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട്, ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് പച്ചയായ രാഷ്ട്രീയം കളിക്കുകയും സർവകലാശാലകളുടെ ഭരണത്തിൽ വരെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം. മൂന്ന്, സാമ്പത്തിക പരമാധികാരം തകർക്കുന്ന തരത്തിൽ കേരളത്തിന് കിട്ടേണ്ട നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു. അങ്ങനെ മൂന്ന് തരത്തിലാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെ അതിശക്തമായി തന്നെ നേരിടാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചല്ലോ. അപ്പൊ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ സമീപിക്കാൻ മാസങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് ഒരു ബില്ലിന്റെ പോൽ 2 വർഷത്തിലധികം അടയിരുന്നപ്പോഴാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ സമീപിച്ചതോടുകൂടി ഒരു ബില്ലിൽ ഒപ്പിട്ടു, ബാക്കി 7 ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുന്ന സാഹചര്യം ഉണ്ടായി. അതേ സമാധാനമായിട്ടുള്ള സാഹചര്യം ഇപ്പൊ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കിഫ്ബിയെ തകർക്കാൻ നോക്കിയപ്പോ ഇഡിക്കെതിരെ ഹൈക്കോടതി പോയ സാഹചര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇപ്പോ സാമ്പത്തികമായി കേരളത്തെ തകർക്കാൻ നോക്കുന്ന ശ്രമം എത്ര തവണ നമ്മൾ ആവശ്യപ്പെട്ടു, കത്ത് കൊടുത്തു, അതുപോലെ പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. അങ്ങനെ പരമാവധി ശ്രമിച്ച് ഒരു രക്ഷയുമില്ല എന്ന് വരുമ്പോഴാണ് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ശ്രമിക്കുന്നത്. എത്ര മാസമായി നമ്മൾ കാത്തിരിക്കുന്നു? കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ച് മുന്നോട്ട് പോകണം. ക്ഷേമ പദ്ധതികളിൽ ഒരു കുറവ് വരാൻ പാടില്ല. അതുപോലെ പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് നേട്ടങ്ങൾ വരുത്തണം. അതുപോലെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കണം. അപ്പൊ കേന്ദ്ര വിഹിതം കിട്ടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. നികുതി പിരിവിലൊന്നും ഒരു കുറവുമില്ല. കഴിഞ്ഞ 2 മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്.